പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹസാന്ത്വനം ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്ധ്യയായി, ഉഷസ്സായി, 9-ാം ദിവസം. സാമുവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം 28 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവമായ കർത്താവേ, അങ്ങ് തന്നെ ദൈവം, അങ്ങയുടെ വചനം സത്യം. ഈ നല്ല കാര്യം അടിയനോട് അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അടിയന്റെ കുടുംബം അങ്ങയുടെ മുമ്പിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കാൻ തിരുവുള്ളമാകണമേ. ദൈവമായ കർത്താവേ, അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവിടുത്തെ അനുഗ്രഹത്താൽ അടിയന്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സ്നേഹിതരെ, ദാവീദ് രാജാവിൻ്റെ പ്രാർത്ഥനയാണ് ഈ തിരുവചനങ്ങളിലൂടെ നാം മനസ്സിലാക്കുക. അനുഗ്രഹിക്കാൻ മാത്രം അറിയാവുന്ന ദൈവം ദാവീദിനെ അനുഗ്രഹിക്കണമെന്ന് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ പരമാധികാരത്തെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ദാവീദ് രാജാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. അനുഗ്രഹിക്കാൻ അധികാരമുള്ളത് ദൈവത്തിന് മാത്രമാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ദാവീദിന്റെ പ്രാർത്ഥന ഉടലെടുക്കുക. ദാവീദിന് നന്നായിട്ടറിയാം, സർവശക്തനായ ദൈവം തന്നെ എങ്ങനെയാണ് വിളിച്ചതെന്നും അഭിഷേകം ചെയ്തതെന്നും തന്നെ രാജാവാക്കിയതെന്നും തന്നെ ഉയർത്തിയതെന്നും തന്നെ അനുഗ്രഹിച്ചതെന്നും നന്നായി അറിയാവുന്ന ദാവീദാണ് ദൈവത്തോട് ഇപ്രകാരം പ്രാർത്ഥിക്കുക. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ഈ അനുഗ്രഹം നീണ്ടുപോകണമേ എന്നാണ് ദാവീദ് രാജാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുക. അങ്ങനെ ദാവീദിന്റെ വംശം നിലനിൽക്കണമെന്ന് ദാവീദ് ദൈവത്തോട് അപേക്ഷിക്കുന്നു. രക്ഷാകര ചരിത്രം പരിശോധിക്കുമ്പോൾ ദാവീദിന്റെ പ്രാർത്ഥന പിന്നീട് സഫലമാകുന്നത് യേശുവിന്റെ മനുഷ്യാവതാരത്തിലൂടെ നാം തിരിച്ചറിയുന്നു. യേശുവിന്റെ പരസ്യ ജീവിതകാലത്ത് അനേകർ ദാവീദിന്റെ പുത്ര എന്ന് യേശുവിനെ വിളിക്കുവാൻ കാരണമായത് ദൈവത്തോട് ദാവീദ് നടത്തിയ അനുഗ്രഹത്തിൻ്റെ യാചിപ്പായിരുന്നു. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ഈ അനുഗ്രഹം പകർന്നു ലഭിച്ചു. യേശുവിൻ്റെ വംശാവലി ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ യേശു ദാവീദിന്റെ വംശത്തിൽ പിറക്കുന്നുവെന്ന് നാം വചനത്തിലൂടെ തിരിച്ചറിയുന്നു. നമുക്ക് നമ്മുടെ കുടുംബത്തെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കുമ്പോൾ ഈ അനുഗ്രഹം തലമുറകളായി ഞങ്ങളുടെ ഇടയിൽ പ്രശോഭിക്കാൻ ഇടവരുത്തണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അങ്ങ് ദാവീദിനെ അനുഗ്രഹിച്ച പോലെ ഞങ്ങളെയും അനുഗ്രഹിക്കണേ. ദാവീദിൻ്റെ മേൽ അങ്ങ് ഉറപ്പിച്ച അനുഗ്രഹം തലമുറകളായി കൈമാറ്റപ്പെട്ടതുപോലെ ഞങ്ങളുടെ മേലും അങ്ങയുടെ അനുഗ്രഹം ഉണ്ടാകണമേ. മക്കളുടെ മക്കൾ ഈ അനുഗ്രഹം പ്രാപിക്കാൻ അങ്ങ് ഇടവരുത്തണമേ. അതുവഴി ഞങ്ങളുടെ കുടുംബം അങ്ങയെ മാത്രം സേവിക്കാൻ, അങ്ങയുടെ വചനം പാലിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം
നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.